അതിനകത്ത് അവർക്ക് പിടിക്കാനായിട്ട് വകുപ്പില്ല. ഓക്കെ, അപ്പം ധൈര്യമായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കാം അല്ലേ? എവിടെ വേണമെങ്കിലും ഓടിക്കാം. അത്യാവശ്യം ഒരു ചായക്കടയാണ്. അതാണ് സംഭവം. നമ്മളെ വേറെ ഒരു സ്കൂട്ടർ അല്ല, നമ്മളൊരു ചായക്കട ഒരു സ്കൂട്ടറെ സെറ്റ് ചെയ്തല്ലേ? ഓക്കെ, ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ ഇറങ്ങിയെന്ന്. ലൈസൻസും വേണ്ട, ഇതൊന്നും വേണ്ട. ഒന്നും വേണ്ട. സ്പീഡ് 25 കിലോമീറ്റർ കൂടുതൽ പോകത്തില്ല. വീഡിയോ ഇതുപോലുള്ള സാധനം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമല്ലേ? നോക്കട്ടെ, ആരെങ്കിലും വരികയാണെങ്കിൽ അന്നേരം നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കൈ കാണിച്ച് ഇങ്ങനെ റോഡിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം നോക്കാം. പെർമിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു ലൈസൻസിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ടീ സ്റ്റാൾ ഓൺ വീൽസ്. കയറി ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകാം. കണ്ടോ, ഏത് വണ്ടി കെട്ടിക്കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള മോഡിഫിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് പോകാം അല്ലേ? ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അവിടെ ഒരു കിലോമീറ്റർ പോകത്തില്ല. അത്രേ ഉള്ളൂ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് 4-5 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. അത് ആ ഒരു വണ്ടിയാണ് നമ്മൾ ഈ ഒരു കോലത്തിലോട്ടാണ് കേൾക്കുന്നല്ലേ? അതിന്റെ ബാക്കിലത്തെ സീറ്റ് എടുത്തു, പെയിന്റ് ഫുള്ള് മാറ്റി ഇതായിട്ട് ചെയ്തേക്കുന്നു. പലഹാരങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കാം. പല ട്രേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബേണറാണല്ലോ. ഇത് നമുക്ക് സ്റ്റൗ അത്യാവശ്യം ചായ ഇടാനുള്ളതുകൊണ്ട് ഗ്യാസ് ഇതിനടിയിൽ കൊടുത്തേക്കാം. ഗ്യാസ് എവിടെ കൊടുക്കാൻ പറ്റും? അതിനകത്ത് ആക്ച്വലി അവരുടെ ഒരു ലഗേജ് സ്പേസ് ഉണ്ട്. ആ ലഗേജ് സ്പേസിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇറക്കി വെച്ചേക്കാം. ചെറിയ 5 കിലോയുടെ ഗ്യാസ് അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് അല്ലേ? അതിനകത്ത്. അപ്പൊ നമുക്ക് ഗ്യാസ് സിലിണ്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് ഇത് ഇവിടെ തുറക്കാം. സിലിണ്ടർ വെക്കാനായിട്ട് ഉള്ള സംവിധാനം ഇങ്ങനെയാണ്. എന്നിട്ട് ഇതെടുക്കും. ഈ ട്രെയിൻ വെളിയിലോട്ട് വരാമെന്നല്ലേ? ശരി, എല്ലാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഫുൾ അഴിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിലോ ആകുമ്പോൾ ഒരു 2 ദിവസം ഓടിക്കോ, 2-3 ദിവസം ഓടുമായിരിക്കും. ഓക്കെ, അത് പൊക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിലിണ്ടറിലെ ഓക്കെ ഇതിനകത്താണ് നമ്മൾ സിലിണ്ടർ വെക്കുന്നത്. വണ്ടിയുടെ മോട്ടോർ സെക്ഷൻ അല്ലാതെ അല്ലേ? മോട്ടോർ സെക്ഷൻ അല്ല. ഇത് ആർക്ക് വേണ്ടി ചെയ്താ ഈ വണ്ടി? ഇത് ആക്ച്വലി എറണാകുളത്തൊരു ടീമാണ്. പുള്ളിക്ക് വേണ്ടി ചെയ്തത്. 10 വണ്ടി ഉണ്ടല്ലേ? 10 വണ്ടി ചെയ്യാനുണ്ട്. അത് ആദ്യത്തെ ഒരു ട്രയൽ നമ്മൾ ചെയ്തോ. ഇപ്പോൾ ശരി, ഇനി സ്റ്റിക്കർ വർക്ക് എല്ലാം ബാക്കിയാണോ? അതെ. അത് പബ്ലിക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലല്ലേ? അതെ. സേഫായിട്ട് നമുക്ക് ഓടി നടന്ന് കൊണ്ടു നടന്ന് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് കച്ചവടം ചെയ്യാം. നമ്മുടെ സ്നാക്സിന്റെ സെക്ഷന്, നമ്മുടെ ടീ മേക്കിങ്ങിന്റെ സെക്ഷന് ഒരു നല്ലൊരു ബേണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്താണ്. ഇതിനകത്ത് സ്റ്റോർ ഉണ്ടല്ലേ? ഇതിനകത്ത് സ്റ്റോർ ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, പിന്നെ ലൈറ്റ് സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രിയാണ് നമുക്ക് ശരിയായിട്ട് കാണാം. LED ലൈറ്റ് അവിടെ ഉണ്ട്, അകത്തുണ്ട്. സ്നാക്സ് വെക്കുന്നതിനകത്തുണ്ട്. ഓക്കെ, നമ്മൾ ഈ സൈഡിൽ നിന്നിട്ടാണ് കച്ചവടം. അതുപോലെ കിട്ടിയ വണ്ടിയാണ് നമ്മൾ ഈ ഒരു രൂപത്തിലോട്ട് ആക്കി. പെയിന്റ് എല്ലാം നമ്മൾ തന്നെ മാറ്റിയല്ലേ? ഓക്കെ, ഇലക്ട്രിക് ചാർജ് ചെയ്യാന്നല്ലേ? ചാർജിങ് പോയിന്റ് എവിടെ ചെയ്തത്? ചാർജിങ് പോയിന്റ് ഇതിനകത്താണ് കൊടുക്കുന്നത്. അതിനകത്തായിട്ട് വരുന്നല്ലേ? നമുക്കിത് ഈ ഒരു വർക്ക് ചെയ്യാൻ അപ്പം ഏകദേശം എത്ര രൂപ? ഇത് ഈ വണ്ടി ഏകദേശം ഒരു 150 155 ഉണ്ട്. അവരെടുത്ത് തന്നാ. ഓക്കെ, കൃത്യം അറിയത്തില്ല. ഏകദേശം 150ഓളം വണ്ടിയുടെ വില വരുന്നുണ്ട്. ശരി, നമുക്കിത് ചെയ്യാനായിട്ട് ഏകദേശം 90,000 രൂപ. ഓക്കെ, അത്ര ആയിട്ടുള്ളൂ. നമുക്ക് അത്രയും സെറ്റ് ചെയ്ത് തന്നാണ്. ചെറിയൊരു സംരംഭം അല്ലേ? ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് ഇത് മതി. ആവശ്യമുള്ളൂ. ഒരു വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങിയിട്ട് എച്ചറം ചെയ്യുക, ചായയും കടിയും മതിയല്ലോ. വണ്ടിയായിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. പലർക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MVD പ്രശ്നമാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഇതിനകത്ത് ഒന്നാമത് രജിസ്ട്രേഷൻസ് ഇല്ലാത്തതുകൊണ്ട്, രജിസ്ട്രേഷൻ വേണ്ടാത്തതും കൂടെ കൊണ്ട് നമുക്ക് ഇത് വേണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരു വണ്ടിയെ തള്ളിക്കൊണ്ട് പോകുന്ന സാധനത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു ഇത് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഹോക്കർ എന്നുള്ള ലൈസൻസ് എടുക്കാം. FSSAI ലൈസൻസ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, മൊബൈൽ ഹോക്കറായിട്ട് ലൈസൻസ് എടുക്കുകയും ചെയ്യാം. ഫുഡ് ഓൺ വീൽസ് അല്ലെ? ടീ സ്റ്റാൾ ഓൺ വീൽസ്. ടീ സ്റ്റാൾ ഓൺ വീൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് പേര് ചെയ്യാം. നമ്മുടെ യൂണിക്കോൺ വർക്സിന്റെ യൂണിക്കോൺ കോച്ചസിലെ പുതിയ വർക്കാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വണ്ടിയും അല്ലെ, ഏത് വണ്ടി ആയാലും നമ്മൾ എന്തും നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനുള്ള ഏറ്റവും പുതിയ എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്.